ഈ വണ്ടി കണ്ടോ നിങ്ങൾ? 1990 മോഡലാണ്. ഇപ്പോഴുള്ള വണ്ടിയിലുള്ള നമ്മളെ ഇപ്പം ഇറങ്ങുന്ന വണ്ടിയിലുള്ള അതേ ഫീച്ചേഴ്സ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ വണ്ടിയിലുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. സാധാ P പാർക്കിംഗ്, 6 റിവേഴ്സ്, N ന്യൂട്രൽ, D ഡ്രൈവ്, പിന്നെ 3, 2, 1 അതെല്ലാം നമ്മൾ നല്ല കുന്ന് കയറുമ്പോൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഓയിൽ, പെട്രോള്, ബാറ്ററീൻ്റെ വെള്ളം കുറയുന്ന എല്ലാ സിഗ്നലുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ കണ്ടോ ട്രിപ്പിൻ്റെ ഇത് താഴെ ആ ഒരു സ്വിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി വരിക. പിന്നെ ബ്ലൂടൂത്ത് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്, പാട്ടെല്ലാം കേൾക്കാം. AC കൺട്രോളൊക്കെ അവിടെ തന്നെ വരുന്നുണ്ട്. CD ഒന്നും ഇപ്പോൾ ഇല്ല, അത് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് CD-ൻ്റെ ആ ഇത് വരുന്നത്. പിന്നെ 4-5 AC വിൻഡോ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. AC എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും, കാരണം അത്രയും പവറാണ് ഇതിൻ്റെ ACക്കെല്ലാം. അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ, ഫുള്ള് ടെക്നിക്കൽ പരിപാടിയാണ്. ഇതിങ്ങോട്ടാക്കി കഴിഞ്ഞാൽ വേഗോട്ടേക്ക് പോകും. ഈ സ്വിച്ച് ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് ഹൈറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഹൈറ്റ് ആവും, താഴോട്ടാക്കി കഴിഞ്ഞാൽ താവും. പിന്നെ ഇത് സീറ്റ് നമുക്ക് താഴെ നിന്ന് ഉയർത്തണമെങ്കിൽ ഇത് ഞെക്കിയാൽ മതി. ഫുള്ള് സെറ്റപ്പാണ്. അതെ, ഹാൻഡ് റെസ്റ്റ് സീറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വലിയ സ്റ്റോറേജ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ടിഷ്യൂ എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് വെക്കാം. തൊട്ട് പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് തന്നെ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ആ സീറ്റ് ഞാൻ കുറച്ച് ബാക്കൗട്ട് ആക്കിയതാണ്, ഇതിലും ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ AC വിൻഡോ എല്ലാം മുകളിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് അവിടെ തന്നെ ഓട്ടോമാറ്റിക് കൺട്രോള് കാര്യങ്ങളെല്ലാം, ആ സ്വിച്ചെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവർക്ക് മാത്രമല്ല, നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അവിടെ തന്നെ AC മുഖത്തേക്കോ കാലിലേക്കോ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആക്കുന്ന രീതിയിലുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ പുറകെ ഏറ്റവും ബാക്കിലെ റോയിലേക്ക് പോകണമെങ്കിൽ സീറ്റ് നമ്മൾ വലിച്ച് ആ സീറ്റ് സ്വിച്ചെല്ലാം ഉണ്ട്, അത് താത്തിയിട്ട് നമ്മൾ പിറകോട്ട് പോയാൽ മതി. പിറകിലും നല്ല സൗകര്യമാണ്, നമ്മൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാം. ഇപ്പം ഞാൻ ഇരിക്കുന്ന വണ്ടിയിൽ ഏറ്റവും ബാക്കിലാണ്. സാധാരണ ഈ ബാക്കിലിരിക്കുന്ന ഏത് വണ്ടിയായാലും ഈ ഏറ്റവും ബാക്കിലിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഒരു ടൈറ്റ് ഇറിറ്റേഷനും പിന്നെ AC കിട്ടാത്ത ലെഗ് സ്പേസിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷേ ഇതിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ അടുത്ത് ആദ്യം ഇതിൻ്റെ കുറച്ചും കൂടി മോഡൽ കൂടി ഒരു ഷവർലെറ്റിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അതിലും ഇങ്ങനെ തന്നെ, അതും GMCൻ്റെ തന്നെയാണ്. പക്ഷെ ഇത് അതിലും മുമ്പുള്ള വണ്ടിയാണ്, അത് 2000-ന് മുകളിലായിരുന്നു. പക്ഷെ അതിൽ മുമ്പുള്ള വണ്ടിയായിട്ട് പോലും ഇതിൽ ഇത്രയും ബാക്കിലിരിക്കുന്ന ആൾക്ക് വരെ ഇത്രയും സൗകര്യം ഉണ്ട്. ഏറ്റവും പുറകത്തെ റോയിൽ തന്നെ അവിടെ ഇരിക്കുന്ന ആൾക്ക് ചായ കുടിക്കാനുള്ള സൗകര്യം, എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ആ സൈഡിൽ വെക്കാനുള്ള റോയിലുണ്ട്. പിന്നെ AC വിൻഡോ അവിടെ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും ബാക്കിലിരുന്നാലും നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു സുഖവും കംഫർട്ടും ഈ വണ്ടിയിലുണ്ടാകും. പിന്നെ നല്ല ഉറപ്പാണ്, നല്ല ബോഡി ഉറപ്പാണ്, ഒരു ആക്സിഡൻ്റ് ആയാലും ഒന്നും ആവില്ല. പിന്നെ ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ദൂരയാത്ര പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടിയാണ് ഏറ്റവും നല്ലത്. അടുപ്പ്, ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിൽ തന്നെ വെച്ച് നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബോഡി ഉറപ്പുണ്ടല്ലോ, അത് അപാരമാണ്. അതുകൊണ്ടാണ് മൈലേജ് എല്ലാം അങ്ങനെ കുറച്ച് കുറയുന്നത്. പക്ഷെ മൈലേജ് കുറഞ്ഞാലും നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല വണ്ടിയാണ്. പിന്നെ എൻജിൻ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പാക്കിംഗ് ആണ്. അന്നുള്ള അതേ പാക്കിങ് ഇന്നും ആ വണ്ടിയിൽ തന്നെ ഉണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല എല്ലാം കമ്പനി സാധനമാണ്. പിന്നെ അമേരിക്കൻ്റെ വണ്ടിയാണ്. അമേരിക്കൻ്റെ വണ്ടി ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ മെറ്റീരിയൽസും ആക്സസറീസ് എല്ലാം അടിപൊളിയായിരിക്കും. നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി ഇത് ഓട്ട ഉണ്ടല്ലോ, ഭയങ്കര സുഖം. നമ്മൾ വീട്ടിലൊക്കെ സോഫയിലിരുന്ന് പോകുന്ന പോലെ ഈ വണ്ടിയിൽ പോകാൻ പറ്റും. ഫസ്റ്റിനെ നമ്മൾ പാർക്കിങ്ങിലെ വണ്ടി ഉണ്ടാകുക, ന്യൂട്രലാക്കി പിന്നെ D ആക്കിയിട്ട് പയ്യെ ബ്രേക്കും ക്ലച്ചെല്ലാം ഒന്ന് തന്നെയാണ് ഓട്ടോമാറ്റിക് വണ്ടിയിൽ. പയ്യെ ബ്രേക്ക് റിലീസാക്കിയിട്ട് സുഖമായിട്ട് ഓടിച്ചു പോവുക. ഈ വണ്ടീൻ്റെ എല്ലാം ഗുണം എന്താ അറിയോ, കുറച്ച് മൈലേജ് കുറവാണ്, എന്നിരുന്നാലും ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാനും പറ്റും.
നമുക്ക് ലോങ് ആയിട്ട് ടൂറെല്ലാം പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ പോകാൻ പറ്റും. അതുപോലെ ചില വണ്ടികൾ നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടാവും, ചില വണ്ടികൾ നമ്മളെ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടാവും. ഈ വണ്ടി രണ്ടാമത്തെ കണത്തിൽ പെടുന്ന വണ്ടി നമ്മളങ്ങനെ സുഖമായിട്ട് കൊണ്ടുപോകുന്ന പോലെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വണ്ടി കൊടുക്കാനുള്ളതാണ്. സൗദിയിൽ അബഹ, നജ്റാൻ, ജീസാൻ, ദഹ്റാൻ ജുനൂബ് ഇവിടെ എല്ലാം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എടുക്കാവുന്നതാണ്. വണ്ടി ഫുള്ള് കണ്ടീഷൻ വണ്ടിയാണ്.